ഹലോ ഗായ്സ്, എക്സോട്ടിക് ബീസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് നെയ്യാറ്റിൻകരയിലാണ്. ഇവിടെ സ്കാൻഡി പുതുതായിട്ട് ഓപ്പൺ ചെയ്ത ഒരു ഔട്ട്ലെറ്റിന്റെ മുന്നിലാണ് ഇപ്പോൾ ഉള്ളത്. സ്കാൻഡിയുടെ സ്റ്റിക്ക് ഐസ്ക്രീംസ് ആണ് നമുക്കിവിടെ കിട്ടുന്നത്. സ്റ്റിക്ക് ഐസ്ക്രീംസ് മാത്രമേ നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ളൂ. ചെറിയൊരു ഔട്ട്ലെറ്റ് ആണ്, കണ്ടില്ലേ. ഇവിടെ 3 രൂപ മുതൽ ഐസ്ക്രീം സ്റ്റിക്സ് അവൈലബിൾ ആണ്. 3 രൂപയ്ക്ക് ഇവിടെ നമുക്ക് ഓറഞ്ച് ഫ്ലേവറിലുള്ള ഐസ്ക്രീം സ്റ്റിക്ക് കിട്ടും. പിന്നെ 4 രൂപ, 5 രൂപ, 15 രൂപ മുതൽ 45 രൂപ വരെ വിലയുള്ള പലതരത്തിലുള്ള ഫ്ലേവേഴ്സ്, ഓൾമോസ്റ്റ് 25-ലധികം ഫ്ലേവേഴ്സ് ഇവിടെ അവൈലബിൾ ആണ്. ഇപ്പോൾ ഇവിടെ കുറേ ഫ്ലേവേഴ്സ് നമുക്കിവിടെ കിട്ടും, കണ്ടില്ലേ. മാംഗോ, ഓറഞ്ച്, പിസ്ത, ബട്ടർ സ്കോച്ച്, കാൻഡി, ചോക്ലേറ്റ്, ബിസ്കോഫ്, കിറ്റ്കാറ്റ്, റെഡ് വെൽവെറ്റ്, രാജ്ഭോഗ്, അങ്ങനെ ഒരുപാട് ഫ്ലേവേഴ്സ് ഉണ്ട്. പലതിൻ്റെയും പേരൊന്നും എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. സ്വീറ്റ്സ് എന്നൊക്കെയാണ് പറയുന്നത്. സ്വീറ്റ്സിന്റെ ഫ്ലേവേഴ്സിലുള്ള ബിസ്കോഫ്, വാട്ടർ ഡിലൈറ്റ്, ചിക്കു, ഗ്രീൻ ആപ്പിൾ, പാഷൻ ഫ്രൂട്ട്, പിസ്ത, അങ്ങനെ ഒരുപാട് ഫ്ലേവേഴ്സ് ഉണ്ട്. ഇതാണ് എന്റെ ലിസ്റ്റ്, കാണിച്ചു തരാം. കണ്ടില്ലേ, നമുക്കിവിടെ 3 രൂപയ്ക്ക് വരെ ഐസ്ക്രീം ഉണ്ട്. ഓറഞ്ച് അല്ലേ, ഓറഞ്ച് ഫ്ലേവേർഡ്. അതേതാണ്? ഇതല്ലേ, ഇത് തന്നെ കേട്ടോ. ഇതാണ് ഓറഞ്ച് ഫ്ലേവറിൽ വരുന്ന സ്കാൻഡി ഐസ്ക്രീം. പിന്നെ കണ്ടില്ലേ, ഗ്രേപ്പിനാണെന്നുണ്ടെങ്കിൽ 4 രൂപ, പൈനാപ്പിൾ ആണെന്നുണ്ടെങ്കിൽ 5 രൂപ. പിന്നെ ഒരുപാട് ഫ്ലേവേഴ്സ് ഇവിടെ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പൊ അതിനകത്ത് എനിക്ക് തോന്നുന്നു ഈ രാജ്ഭോഗ് എന്ന് പറയുന്നത് എന്താണ്? സ്വീറ്റിന്റെ അല്ലേ. ബിസ്കോഫ് എനിക്ക് തോന്നുന്നു കൊള്ളാൻ തോന്നുന്നു. ബിസ്കോഫ് ഒരെണ്ണം എടുക്കാമെന്ന് വിചാരിക്കണം. എന്തായാലും കുഴപ്പമില്ല, എടുക്കാം. ഗ്രീൻ ആപ്പിൾ അല്ലേ, ഗ്രീൻ ആപ്പിളിനാണെങ്കിൽ 15 അല്ലേ. ഇതാണ് ഗ്രീൻ ആപ്പിളിന്റെ സ്റ്റിക്ക്. മൊജിറ്റോയും 15. മൊജിറ്റോയുടെ ഫ്ലേവേഴ്സും ഉണ്ട്. ഏതാണ് മൊജിറ്റോ? അതിന് ഏത് ഫ്ലേവർ മൊജിറ്റോ അങ്ങനെയൊന്നും ഇല്ലല്ലേ. ഓക്കെ, ഇത് അതാണെങ്കിൽ പൈനാപ്പിളിന്റെ അല്ലേ. പൈനാപ്പിൾ ആകുമ്പോൾ എത്ര രൂപയാണ്? 5 രൂപ അല്ലേ. 5 രൂപയുടെ പൈനാപ്പിളിന്റെ സ്റ്റിക്കാണ് കേട്ടോ ഇരിക്കുന്നത്. 3 രൂപ, 5 രൂപയ്ക്കുള്ള സ്റ്റിക്കുകളൊക്കെയാണ്, കണ്ടില്ലേ. ഗൈസ്, ഇത് ക്രിസ്മസിന്റെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു എഡിഷൻ ആണ്. പ്ലം കേക്കിന്റെ ഫ്ലേവറിലുള്ള സ്റ്റിക്കാണ്. ഇപ്പോൾ പുതുതായിട്ട് വന്നല്ലേ? ഓക്കെ. ഇതിനെ പുറമെ ഇതാണ്ടില്ലേ സ്പെഷ്യൽ എഡിഷൻ ഉണ്ട്. പിന്നെ ഇത്രയും ഫ്ലേവേഴ്സ് ഇവിടെ അവൈലബിൾ ആണ്. ഇതിന് എത്ര രൂപയാണ്? 45 രൂപ കേട്ടോ. ഞാനിപ്പോൾ ഒരു ബിസ്കോഫ് പറഞ്ഞിട്ടുണ്ട് ഗൈസ്. ഇത് കഴിച്ചിട്ട് നോക്കാം, അടുത്ത ഏതെങ്കിലും ഒക്കെ ട്രൈ ചെയ്യണോ വേണ്ടെന്നുള്ളതായിരുന്നു. കാരണം ഇന്ന് ഒരുപാട് ഫുഡ് കഴിക്കാൻ വേണ്ടി പുറത്ത് പോകാനുള്ള പരിപാടിയിലാണ്. ഐസ്ക്രീം മാത്രം ഒതുക്കാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് ബിസ്കോഫ് ആദ്യം ഒന്ന് പറയാം. നമുക്ക് നോക്കാം, ട്രൈ ചെയ്ത് നോക്കാം ഗൈസ്. ബിസ്കോഫിനാണെന്നുണ്ടെങ്കിൽ 35 രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത്. ബിസ്കോഫ് എന്ന് പറയുന്നത് കറക്റ്റ് ഒരു ബിസ്ക്കറ്റ്, ഒരു കിറ്റ്കാറ്റ്, ആ ഒരു ഫ്ലേവറാണ് കേട്ടോ പറഞ്ഞത്. കറക്റ്റ് കൊള്ളാം, അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. ഒരു ക്രീമി ആയിട്ടുള്ള ടെക്സ്ചർ. എങ്ങനെയുണ്ട് ഐസ്ക്രീം? ഏത് ഫ്ലേവറായത്? ഗ്രീൻ ആപ്പിള്. എങ്ങനെയുണ്ട്? നൈസാണോ? എങ്ങോട്ട് ചേച്ചി? ഏത് ഫ്ലേവറാണ്? പൈനാപ്പിൾ. ഫസ്റ്റ് ടൈമാണോ ഇവിടെ പറഞ്ഞത്? ഇവിടെ കുട്ടീസൊക്കെ ഒരുപാട് ഇരിക്കുന്നുണ്ട്. ഇവരുടെ അടുത്തൊക്കെ നമുക്ക് ചോദിച്ചു നോക്കാം ഐസ്ക്രീം ഒക്കെ ഇഷ്ടമായോ എന്ന്. എങ്ങനെയുണ്ട് ഐസ്ക്രീം? ഇഷ്ടമായോ? കൊള്ളാമോ? എങ്ങനെയുണ്ട്? സൂപ്പറാണോ? ടേസ്റ്റ് ഉണ്ടോ? ഹായ് പറയോ? നമുക്കടുത്ത് പൈനാപ്പിളിന്റെ ഫ്ലേവറും കൂടെ ട്രൈ ചെയ്യാം. കാരണം ഒരുപാട് പേര് ഇവിടെ കഴിച്ചുകൊണ്ടിരുന്നവരെ കാണില്ലേ, പൈനാപ്പിൾ അടിപൊളിയാണെന്ന് പറയുന്നത് കേട്ടോ. അങ്ങനെ എന്തായാലും പൈനാപ്പിളും കൂടെ ചേർന്നെടുത്തു. ഇത് കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതിവിടെ വരുന്ന ആൾക്കാരുടെ അഭിപ്രായം നോക്കിയിട്ട് ഞാനിപ്പോൾ സെലക്ട് ചെയ്തതാണ് കേട്ടോ. പൈനാപ്പിൾ കൊള്ളാം. അങ്ങനെ ഗൈസ്, മൂന്നാമത്തെ ഒരു
ഫ്ലേവറും കൂടെ ഞാൻ ഇതാ ട്രൈ ചെയ്യാൻ പോവാണ്. വേഫർ ഡിലൈറ്റ് കിറ്റ്കാറ്റിന്റെ ഫ്ലേവറിലുള്ള ക്യാൻഡിയാണ്. ഇവിടെ നമുക്ക് ക്രീം ബേസ്ഡ് ആയിട്ടും വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ഐസ്ക്രീം സ്റ്റിക്സ് കിട്ടും. വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള സ്റ്റിക്സിനൊക്കെയാണ് റേറ്റ് കുറവ്, ഈ 3 രൂപയ്ക്ക് 5 രൂപയ്ക്കൊക്കെ കിട്ടുന്നത്. മറ്റേ ക്രീം ബേസ്ഡ് ആണെന്നുണ്ടെങ്കിൽ 35, 40, 45 ആ ഒരു ബഡ്ജറ്റൊക്കെയാണ് നമുക്ക് കിട്ടുന്നത്. വെറും ഒരാഴ്ച മാത്രമേ ആയിട്ടുള്ള ഈ ഒരു ഔട്ട്ലെറ്റ് ഇവിടെ ഓപ്പൺ ആയിട്ട്. ലൊക്കേഷൻ വരുന്നത് നെയ്യാറ്റിൻകര കൃഷ്ണകോവിൽ ജംഗ്ഷനിൽ അമ്പലത്തിന്റെ തൊട്ടടുത്ത് തന്നെയാണ്. അതും കഴിച്ച് ബിസ്കോഫും പിന്നെ പൈനാപ്പിളും ഫ്ലേവർ അറിയാൻ പറ്റി. അത്യാവശ്യം തണുപ്പ് കുറവായിരുന്നു, കുഴപ്പമില്ല, ഓക്കെ ആയിരുന്നു. പക്ഷേ ഇത് കിറ്റ്കാറ്റ് ഫ്ലേവർ ഭയങ്കര കല്ല് പോലെ ഇരിക്കുന്നുണ്ട് കഴിച്ച്. അതുകൊണ്ട് എനിക്ക് ഫ്ലേവർ അറിയാൻ പറ്റുന്നില്ല. പക്ഷേ അത്യാവശ്യം ടേസ്റ്റ് ഉണ്ട്, നല്ല ക്വാളിറ്റി ഒക്കെ ഉണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല. ഇതിനും വന്നിട്ട് 35 രൂപ കേട്ടോ. എങ്ങനെയുണ്ട് ഗ്രീൻ ആപ്പിള്? കൊള്ളാം, റെക്കമെൻഡ് ചെയ്യോ? അപ്പൊ എനിക്കൊരെണ്ണം വാങ്ങിച്ചു തരുമല്ലോ. ഹലോ, കഴിഞ്ഞു. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെയും ബൈ ഫ്രം എക്സോട്ടിക് ബീസ്റ്റ്.